നമസ്കാരം. ഡൊണാൾഡ് ട്രംപിന് സമനില തെറ്റിയിരിക്കുകയാണ്. ഭൂമിയിൽ നടക്കുന്നതെല്ലാം തന്റെ ആജ്ഞപ്രകാരമാണ് സംഭവിക്കുന്നത് എന്ന് വരുത്തി തീർക്കുവാൻ ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾ അപഹാസ്യമായി മാറുന്ന കാഴ്ചയാണ് കുറച്ചു നാളായി കാണുന്നത്. രണ്ടാം വട്ടം അധികാരത്തിലേക്ക് വന്നപ്പോൾ ട്രംപിന്റെ പല തീരുമാനങ്ങളും അമേരിക്കൻ പ്രസിഡന്റിന്റെ രീതിയിലോ നിലവാരത്തിലോ അല്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ തന്റെ നിർദ്ദേശപ്രകാരമാണ് യുദ്ധം നിർത്തിയത് എന്ന ട്രംപിന്റെ പ്രസ്താവന അന്നേ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. യുദ്ധം നിർത്തിയത് പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരം മാത്രമാണെന്നും അതിൽ ഒരു മൂന്നാം കക്ഷി ഇടപെട്ടിട്ടില്ല എന്നും ഭാരതം വളരെ സുവ്യക്തമായി തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു. ശേഷം പാകിസ്ഥാനോ പിന്നീട് ഡൊണാൾഡ് ട്രംപോ ഏറ്റുപിടിക്കാതിരുന്ന ആ പ്രസ്താവന അപ്പാടെ വിശ്വസിച്ചതും ഏറ്റുപിടിച്ചതും ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് മാത്രമായിരുന്നു. റഷ്യയുമായി വ്യാപാര ഇടപാടുകൾ നിർത്തിവെക്കുവാൻ ഇന്ത്യയോട് ട്രംപ് ആവശ്യപ്പെടുമ്പോൾ തന്നെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും റഷ്യയോട് നല്ല രീതിയിൽ തന്നെ വ്യാപാരത്തിൽ ഏർപ്പെടുന്നുണ്ട്. രാജ്യത്തിന് ആവശ്യമായ വൻതോതിലുള്ള ഇന്ധനം റഷ്യ വില കുറച്ച് നൽകുമ്പോൾ അത് വാങ്ങുന്നത് അമേരിക്കൻ നിർദ്ദേശം അനുസരിച്ച് നിർത്തുന്നത് രാജ്യ താല്പര്യത്തിന് എതിരാണെന്നും പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന്റെ താല്പര്യമാണ് തന്റെ മുന്നിൽ ഏറ്റവും വലുത് എന്നും നരേന്ദ്രമോദി കൃത്യമായും വ്യക്തവുമായി പറഞ്ഞു വെച്ചു. കർഷകരുടെയും മത്സ്യബന്ധന മേഖലയിലുള്ളവരുടെയും ഇടയിലേക്ക് ഇടിച്ചു കയറുവാനുള്ള അമേരിക്കൻ കമ്പനികളുടെ എല്ലാ താല്പര്യങ്ങളും നരേന്ദ്രമോദിയുടെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ മുനയൊടിഞ്ഞതും മറ്റൊരു കാരണമായി. റഷ്യയുടെ കാര്യത്തിൽ ഇന്ത്യയോട് മാത്രം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിവേചനവും തൊട്ടുകൂടായ്മയും? ലോക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്വാധീനം വളർന്നു വരുന്നതും നരേന്ദ്രമോദി എന്ന ബ്രാൻഡ് ഇമേജ് കൂടുന്നതും ഇന്ത്യൻ സാമ്പത്തിക രംഗം കൃത്യമായ രീതിയിൽ വളർന്നു വരുന്നതും അമേരിക്കയ്ക്കും അവരുടെ ഡീപ് സ്റ്റേറ്റിനും പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിനും അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ അപ്രമാദിത്വം വെല്ലുവിളിക്കുന്ന രീതിയിൽ വളർന്നു വരുന്ന ബ്രസീൽ, റഷ്യ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ചൈന എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സും അമേരിക്കയെ തൊല്ലൊന്നുമല്ല അലോരസപ്പെടുത്തുന്നത്. ഇതിനെല്ലാം ശക്തമായി മുന്നിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകുന്നത് ഇന്ത്യയാണെന്ന ബോധ്യം അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ എങ്ങനെയെങ്കിലും സാമ്പത്തികമായി തകർക്കുവാനുള്ള പദ്ധതികളാണ് അമേരിക്കൻ ഭരണകൂടം നടപ്പാക്കാൻ നോക്കുന്നത്. ആധുനിക കാലത്ത് അമേരിക്കയുടെ തിട്ടൂരങ്ങളെ ഇത്രയേറെ തള്ളിക്കളഞ്ഞതും വെല്ലുവിളിച്ചതുമായ മറ്റൊരു രാജ്യമോ രാഷ്ട്രീയ നേതാവോ ഉണ്ടായിട്ടില്ല. റഷ്യയിൽ നിന്നും ഓയിൽ ഇറക്കുമതി ചെയ്താൽ അമേരിക്കയിലേക്ക് അയക്കുന്ന ഓരോ സാധനങ്ങൾക്കും 25% അധിക തീരുവയും വീണ്ടും അമേരിക്കയുടെ നിർദ്ദേശം സ്വീകരിച്ചില്ലെങ്കിൽ കൂടുതലായി 25% അധിക തീരുവയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മുകളിൽ ചുമത്തും എന്നുള്ള ട്രംപിന്റെ ഭീഷണികൾ ഇന്ത്യ കേട്ടതായി പോലും ഭാവിച്ചിട്ടില്ല. മറിച്ച് അമേരിക്കയിൽ ഒരുപക്ഷെ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള വ്യവസായ സാധ്യതകൾ മറ്റു രാജ്യങ്ങളിലേക്ക് എങ്ങനെ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും എന്ന ഒരു പരിശ്രമമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശത്രു രാജ്യം എന്ന് കരുതിയിരുന്ന ചൈനയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നതും ചൈന ഇന്ത്യയെ അനുകൂലിച്ച് പ്രസ്താവനകൾ നടത്തുന്നതും ലോക രാഷ്ട്രീയത്തിന്റെ ദിശ മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. റഷ്യ, ചൈന, ഇന്ത്യ കൂട്ടുകെട്ട് അമേരിക്കയ്ക്ക് വൻ ഭീഷണിയാകുമെന്നും വരും നാളുകളിൽ വിനിമയങ്ങളിൽ ഡോളറിൽ നിന്നും മാറ്റിയാൽ അമേരിക്കയ്ക്ക് വൻ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഡോളറിന്റെ വില കൂപ്പുകുത്തുമെന്നും അമേരിക്കക്കാർ ഭയപ്പെടുന്നു. ഭീഷണികൾ കൊണ്ടും അധിക ചുങ്കം കൊണ്ടും രാജ്യങ്ങളെ നിലയ്ക്ക് നിർത്തിയിരുന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ വെല്ലുവിളിയാകുന്നത് ഭാരതത്തിന്റെ കർശന നിലപാടുകളാണ്. ആദ്യവട്ടം ഭീഷണിപ്പെടുത്തിയത് ട്രംപ് ആണെങ്കിൽ രണ്ടാമത്തെ ഊഴം നാറ്റോയുടെ ജനറൽ സെക്രട്ടറി മാർക്ക് റൂട്ടിന്റെയും മൂന്നാമത്തെ ഊഴം അവരുടെ സെനറ്റർ ലിൻസ് ഗ്രഹാമിന്റെയുമായിരുന്നു. അതൊന്നും ഇന്ത്യ വകവെച്ചില്ല എന്ന അവസ്ഥ വരുമ്പോൾ വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പക്ഷേ ട്രംപിന്റെ ഭീഷണികളും പ്രസ്താവനകളും ഇന്ത്യ കേട്ടതായി പോലും നടിക്കുന്നില്ല. മാത്രമല്ല ചൈനയുമായും റഷ്യയുമായും വളരെ ഏറെ അടുക്കുന്നു എന്നതും അമേരിക്കയ്ക്ക് വെല്ലുവിളി തന്നെയാണ്. പാകിസ്ഥാനുമായി യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള കാരണം താനാണെന്ന ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യ തള്ളിക്കളഞ്ഞതും ട്രംപിനെ ഉലയ്ക്കുവാൻ കാരണമായിട്ടുണ്ടാവാം.